ലൈംഗികാരോപണം അടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മുദ്രവെച്ച കവറിൽ വിവരങ്ങൾ കൈമാറാൻ തയ്യാറാണെന്ന് സരിത എസ് നായർ സോളാർ കമ്മീഷനെ അറിയിച്ചു. കത്ത് നേരിട്ട് ഹാജരാക്കില്ലെന്നും സരിത പറഞ്ഞു. അബ്ദുള്ളക്കുട്ടിയെ പല ആവശ്യങ്ങൾക്കായി പലതവണ കണ്ടിട്ടുണ്ടെന്നും സരിത എസ് നായർ പറഞ്ഞു. കത്ത് കൊടുക്കേണ്ട കാര്യമില്ല, കത്ത് നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ കത്തിന്റെ ബേസ് ചെയ്ത് ഒത്തിരി അലിഗേഷൻസ് പുറത്തു വന്നിട്ടുണ്ട്. അതിനൊരു മറുപടി എന്തായാലും സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു എവിഡൻസ്, അത് എന്റെ കേസിന്റെ നിലനിൽക്കുന്ന എന്റെ കേസിനെ ബാധിക്കുന്ന ചില കാര്യങ്ങളായതുകൊണ്ട് അതും ഞാനൊരു സീൽഡ് കവറിൽ കമ്മീഷനെ ഏൽപ്പിക്കാമെന്ന് പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ ജെന്യൂനിറ്റി, ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത പരാതിയിൽ ജെന്യൂനിറ്റി ഇല്ലാന്നല്ല, ജെന്യൂനിറ്റി ഉണ്ട്. പക്ഷെ എന്നാലും അത് അനവസരത്തിലുള്ള ഒരു പരാതി, ഒരു ഫോഴ്സ്ഡ് പരാതിയായിരുന്നു. എനിക്ക് ആ സമയത്ത് പരാതി കൊടുക്കാൻ ശരിക്കും പറഞ്ഞാൽ താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഒരു പരാതി കൊടുക്കാൻ താല്പര്യമില്ലായിരുന്നു. അത് അവരുടെ ഒരു നാടകം. ഇന്ന് കമ്മീഷന് മുന്നിൽ കൂടുതൽ തെളിവുകൾ ഹാജരാക്കില്ലെന്ന് സരിത എസ് നായർ. കൂടുതൽ തെളിവുകൾ ഹാജരാക്കാൻ സാവകാശം വേണമെന്നും സരിത പറഞ്ഞു. മറ്റ് കോഴയുമായി ബന്ധപ്പെട്ട് മറ്റ് ആരോപണങ്ങളുടെ നിജസ്ഥിതി ഞാനിവിടെ ബോധിപ്പിക്കുന്നുണ്ട്. രേഖകൾ, അതിന് ആധാരമായുള്ള രേഖകൾ വരുന്ന ദിവസങ്ങളിൽ ഞാൻ കൊടുക്കുള്ളൂ. കാര്യം എനിക്ക് കുറച്ച് കാര്യങ്ങൾ കുറച്ച് രേഖകളിലൂടെ കിട്ടാനുണ്ട്. അപ്പോൾ അതിന് ഇന്നും നാളെയുമായിട്ടാണ് എനിക്കത് കിട്ടുക. കിട്ടുന്ന അനുസരിച്ച് ഞാൻ സബ്മിറ്റ് ചെയ്യും.